ബൈജു ചേട്ടൻ നമ്മളെല്ലാം വീണ്ടും ഒന്നും കൂടി ത്രസിപ്പിക്കാനും ഒന്നും കൂടി എൻജോയ് ചെയ്യിപ്പിക്കാനുമായിട്ട് മറ്റൊരു ചിത്രവുമായിട്ട് പ്രേക്ഷകരെ അടുത്തേക്ക് എത്തിയേക്കാണ്. കൂടോത്രം എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ മറ്റു വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അപ്പം ബൈജു ചേട്ടാ, അപ്പം ശരിക്കും എന്താണ് ഈ പേര് പോലെ തന്നെയുള്ള പരിപാടികളാണോ അത്? കൂടോത്രം എന്ന് പറയുന്നത് മലയാളികൾക്ക് ഏറെ പരിചയവും എന്നാൽ ഒരു എന്താ പറയുക, വിശ്വാസം അന്ധവിശ്വാസം തമ്മിലൊരു ഫൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ. കൂടോത്രം നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു പരിപാടിയാണ്. അത് നന്നായിട്ട് ജീവിക്കുന്നവരെ കൂടോത്രം വെച്ച് തകർക്കുക എന്നുള്ളത് മലയാളികൾ എപ്പോഴും പറയും. അവർ നല്ലതായിട്ട് ചെയ്തു, കൂടോത്രം കാരണം നശിച്ചുപോയി അങ്ങനെ എങ്ങനെ എന്നൊക്കെ. വെള്ളിമല എന്ന് പറഞ്ഞ ഗ്രാമം, അവിടെ ഒരുമിച്ച് താമസിക്കുന്നവർ ഭയങ്കര എന്ന് വെച്ചാൽ അത്രയും നന്മയുള്ള ഒരാൾക്കാരാണ്. അവർക്ക് കിട്ടുന്നൊരു കൂടോത്രത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ ഒരു 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 ഘട്ടം കഴിഞ്ഞാൽ അതിൽ നിന്നും വിട്ട് പടം വേറൊരു ഇതിലേക്ക് പോകും. ഒരു മിത്ത് കണക്റ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഹൊറർ കണ്ടന്റ് ഉണ്ട്. അതിനേക്കാൾ ഒരു ഫാമിലി എന്ന് പറയുന്ന ഭയങ്കര ഇമ്പോർട്ടൻസ് നമ്മളുണ്ട്. ഒരു ഫാമിലി ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. പിന്നെ ഒരു നല്ല മെസ്സേജ് ഉണ്ട്. അതാണ് കൂടോത്രം. ഈ ഒരു ഇങ്ങനത്തെ ഒരു പ്ലോട്ട് കേൾക്കുമ്പോൾ തന്നെ ആദ്യമേ അത് എനിക്ക് സംവിധാനം ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വരുന്നത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ 12ഓളം സ്ക്രിപ്റ്റ് കേട്ടിട്ടാണ് ഞാൻ കൂടോത്രം എന്നുള്ള ഒരു സബ്ജക്റ്റിലോട്ട് സന്തോഷ് ഇടുക്കി എന്നോട് ആ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ എനിക്ക് സിനിമ സംവിധാനം ചെയ്യണം എന്നതിനേക്കാൾ ഉപരി ആദ്യം എനിക്ക് തോന്നുന്നത് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. വെള്ളിമല എന്ന് പറയുന്നത് എനിക്ക് അത്രയും, നമ്മൾ ചില സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് എത്തണം എന്ന് കരുതുന്നൊരു സ്ഥലമാണ്. അത്രയും ഒരു ഇടുക്കിയിൽ അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ആദ്യം ഞാൻ പറഞ്ഞു, ഞാൻ സന്തോഷം, ഞാൻ സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ ആ ലൊക്കേഷനിലൊന്ന് വരട്ടെ, എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെയാണോ ആ ലൊക്കേഷൻ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചതിനേക്കാളും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഈ വെള്ളിമല എന്നുള്ള ഇടുക്കിയിൽ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ സ്ഥലം. സംവിധായകൻ ചെയ്യുക എന്നുള്ളപ്പോൾ എനിക്ക് വാവച്ചൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇതിനകത്തുണ്ട്, ലീഡ് ക്യാരക്ടറാണ്. ഒരു സംവിധായകൻ എങ്ങനെയാണ് ഒരു ഈ പറയുന്ന വാവച്ചനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതും എന്നെ സംബന്ധിച്ചൊരു ചലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മളെയൊക്കെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഒരു അദൃശ്യ ശക്തി എന്ന് വിശ്വസിക്കുന്ന പല ഇതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ജീസസ് എന്ന് തന്നെ ഞാൻ പറയും. അതെനിക്ക് തുറന്ന് പറയുന്നതിൽ ഒരു മടിയില്ല. അപ്പോൾ ഞാൻ പ്രയർ ചെയ്യുന്ന ആളാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കും. മറ്റുള്ളവർ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഫൈനലി ഇത് എനിക്ക് സംവിധാനം ചെയ്യുന്നതിനോടൊപ്പം ആശയ വാവച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടറെ കൊണ്ടുപോകാൻ പറ്റും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. വാവച്ചൻ എന്ന് പറഞ്ഞ ഒരാളെ ബൈജു ഒഴുകുന്ന എന്ന് പറഞ്ഞൊരു ഡയറക്ഷൻ ചെയ്യുമ്പോൾ വാവച്ചനെ ഞാൻ വേറെ ആളായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. ആ സീറ്റിലിരുന്ന് ഞാൻ ഡയറക്ടർ എന്നുള്ള സീറ്റിലിരുന്നിട്ട് ഞാൻ നോക്കുമ്പോൾ വാവച്ചൻ ഒരു എഡീനെ വെച്ചിട്ട് ഞാൻ പൊസിഷനും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി. ഞാൻ ചെന്ന് പെർഫോം ചെയ്യുമ്പോൾ ഡയറക്ടറിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ വാവച്ചനായിട്ട് തന്നെയാണ് കയറുന്നത്. അന്ന് ഇരിക്കുമ്പോഴും ഞാൻ നോക്കുമ്പോഴും ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. അത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള 300 സിനിമ എന്ന് പറയുമ്പോൾ ഏകദേശം 200-250 സംവിധായകരോടൊപ്പം ലെജൻസുകളായിട്ടുള്ള സംവിധായകരോടൊപ്പം ലെജൻസുകളായിട്ടുള്ള നടന്മാരോടൊപ്പം ഒക്കെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു പരിപാടിയാണ് കൂടോത്രം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കുടുംബം എന്ന് പറയുന്നത്, നമ്മൾ സിനിമ കാണുമ്പോൾ ഇതെല്ലാവരും തിരക്കും പരിപാടികളൊക്കെ ഉള്ളതാണ്. ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ ചിന്തേനെ ഡൈവേർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഇത് ഞാനാണല്ലോ, അതിൽ എൻ്റെ ചേട്ടന് പറ്റിയതാണല്ലോ എന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇമോഷണൽ ബോണ്ടിങ്, ഹോണ്ടിങ് എന്നൊക്കെ പറയും. നമുക്ക് സിനിമ കണ്ടിറങ്ങിപ്പോയാലും നമ്മൾ ഹോണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ഹോണ്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ 32ഓളം ആർട്ടിസ്റ്റ് ഉണ്ട് മലയാളത്തിലെ, തമിഴിൽ നിന്ന് ആർട്ടിസ്റ്റ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. ഇതിൻ്റെ DOPs 2 പേരാണ്, ജസ്ബിനും ഷിജിയുമാണ്. പിന്നെ ഇപ്പോൾ MR രാജകൃഷ്ണനാണ് നമ്മുടെ കാന്താര, ലോക പോലുള്ള പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. ഗോപിസുന്ദറാണ് മ്യൂസിക്. 4 പാട്ടുകൾ നന്നായിട്ട് വന്നിട്ടുണ്ട്, വിജയ് സാസ് അടക്കം പാടിയിട്ടുണ്ട്. അപ്പോൾ കൂടോത്രം ഒരു കൊച്ചു സിനിമയിൽ വലിയ കണ്ടൻ്റ് ഉള്ളൊരു സിനിമയാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ മലയാളി പ്രേക്ഷകർ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത് ആസ് എ ഒരു കണ്ടന്റ് നല്ലതാണെങ്കിൽ അതാണ് ഇപ്പോഴത്തെ ഹീറോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു നല്ല കണ്ടന്റ് കിട്ടി, പിന്നെ എൻ്റെ പ്രേക്ഷകരെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇതിപ്പം ഞാൻ ചോദിക്കുന്നവരെല്ലാവരും എന്നോട് ആദ്യം തന്നെ പറഞ്ഞു ഇവിടെ ഈ ഷൂട്ട് ചെയ്യാൻ പോയ സ്ഥലം ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അതെ അതെ. അപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ആ ഒരു റിസ്ക് എങ്ങനെയാണ് എടുക്കുക? അല്ല, ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ആസ് എ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിലൊരു അപ്പനാണ്. കാര്യം ഇത്രയും ആൾക്കാർ, ഏകദേശം 150ഓളം 200ഓളം ക്രൂ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. ഈ ഇത്രയും മലയുടെ മുകളിൽ കയറ്റി അലൻസിയാരേട്ടനെ പോലെ, അല്ലെങ്കിൽ സലിം കുമാർ പോലെയുള്ള, സായി കുമാർ പോലെയുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അതിൽ അഭിനയിക്കുന്ന ഓരോ കൊച്ചു കുട്ടികൾ പോലും ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്.
ഇവരുടെയൊക്കെ സുരക്ഷ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആക്ടറെ സംബന്ധിച്ച് ആർട്ടിസ്റ്റുകളെ എങ്ങനെ എത്രയോ നമ്മൾ കംഫർട്ടബിൾ ലെവലിലാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് കൊണ്ട് പിന്നെ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ യൂണിറ്റ് വണ്ടി ഇവിടെ നിർത്തി നേരെ നടന്ന് അങ്ങോട്ട് കയറാം. ഇത്രയും മലകളെല്ലാം കയറി മേളിലെത്തുക അവർ. അപ്പം ഞാൻ എൻ്റെ ഇതിനകത്ത് കൂടോത്രത്തിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റ് അടക്കം ടെക്നീഷ്യൻസിനടക്കം എനിക്ക് അവരോടാണ് കൂടുതൽ ഇഷ്ടവും നന്ദിയും പറയാനുള്ളത്. കാര്യം ഈ എൻ്റെ ഒരു ലൈഫിൽ ഒരു ടേക്ക് ഓഫ് ആകാൻ പോകുന്ന ഒരു സിനിമയിൽ എന്നോടൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന എന്നെ ഇഷ്ടമുള്ള എൻ്റെ പ്രേക്ഷകർ. കാര്യം ബൈച്ചേട്ടൻ എന്ന് പറയുന്ന ആൾ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്താലും എവിടെ ചെന്നാലും ചേട്ടൻ എന്നുള്ളൊരു സ്ഥാനവും അല്ലെങ്കിൽ ഒരു മകൻ എന്നുള്ള സ്ഥാനം, അനിയൻ എന്നുള്ള സ്ഥാനമൊക്കെ എല്ലാ മലയാളി പ്രേക്ഷകരും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിലോട്ട് എത്തുമ്പോൾ എൻ്റെ മലയാള പ്രേക്ഷകരെ എന്നെ സ്വീകരിക്കുന്ന ഉറപ്പാണ്. പിന്നെ രണ്ടാമത് ഇതിനകത്ത് ഏറ്റവും വലുത് വിജയ് ഫാൻസ്, ഓൾ കേരള വിജയ് ഫാൻസ് കൂടോത്രം എന്ന് പറഞ്ഞ സിനിമയെ ഫുൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ വന്നു. ഞാൻ 15 വർഷം മുമ്പ് വിജയമായിട്ടുള്ള കാവലനിൽ തുടങ്ങുന്ന ബന്ധമാണ് ഇപ്പോഴും അത് നിലനിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ അവരും ഉള്ളൊരു വിജയ് സിനിമ എങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ എന്തെല്ലാം പരിപാടികൾ അവർ ചെയ്യും അതെല്ലാം ഈ സിനിമയ്ക്കും ചെയ്യുന്നു എന്നറിയുന്നതാണ് എന്നെ സംബന്ധിച്ചത്. ഫെബ്രുവരി 12-നാണ് നമ്മളപ്പോൾ റിലീസ് പ്രതീക്ഷിക്കുന്നത്. അതെ. അപ്പം അന്ന് സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? ഞാൻ പറയുന്ന സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് തീർച്ചയായിട്ടും ബൈജുവേട്ടൻ്റെ ഈ സിനിമ ഒരിക്കലും നിങ്ങൾ മുടക്കുന്ന കാശിന് നഷ്ടമാകുന്ന പരിപാടികളൊന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ബൈജുവേട്ടൻ ചെയ്ത പടം അതൊരു അടിപൊളിയായിരുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റും. 100% എനിക്ക് ഉറപ്പാണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കൊച്ചു സിനിമ, വലിയ കണ്ടൻറ്റുകളുള്ള സിനിമയാണ്. നിങ്ങൾ മാക്സിമം തിയേറ്ററിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഈ സിനിമയും വാവച്ചൻ എന്നുള്ള ക്യാരക്ടറും ഇതിൽ ഓരോ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സിനിമ എന്തായാലും ഒരു വലിയ വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച്.